ഫെലിക്സ് ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ ഇവിടുന്നുള്ള നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണാം. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രാഫി ഇത് കാണണം. അപ്പോൾ അവർ എനിക്ക് കാണിച്ചു തരും, അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു തരും, ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ്. അപ്പോൾ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും. ആ സാർ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്ത് പ്രിവ്യൂ നമ്മൾ കണ്ടു, എന്നിട്ടാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും. അപ്പം അതിന് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തത് രാജുവിൻ്റെ ഇഞ്ചുറി ഉണ്ട്. അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ജയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനം ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത്. കാര്യം നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം. രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും, അവർ വരുന്നു ആ സമയത്ത് ഷൂട്ടിങ്ങിന് പോകുന്നു മാത്രമേ ഉണ്ടാവും. ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും, ക്യാരക്ടേഴ്സിന് എന്താണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഫെലിക്സോട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എപ്പോഴും. ആ പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും, എനിക്കും പുള്ളി പറഞ്ഞെങ്കിൽ മനസ്സിലാവും. അല്ല, പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ഞാൻ ശ്രമിക്കും സംസാരിക്കാനൊക്കെ. പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ്, ഇപ്പം ഈ മറ്റേ നമ്മൾ പിടിവലി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി അതിൽ കുറച്ച് നേരം പണി എടുക്കുന്നുണ്ട് പുള്ളി. അപ്പം സിനിമ എന്ന് പറയുന്നത് ഭാഷ ഒരു വിഷയമല്ലെന്ന് നമുക്കറിയാമല്ലോ, വിഷ്വലാണല്ലോ. അപ്പോൾ അത് വിഷ്വൽ സൗണ്ടിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയാത്ത ഒരാളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ഇപ്പം നമുക്കറിയാം, പൃഥ്വിയുടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളായിട്ട് കാണുന്നൊരു സിനിമ തന്നെ ഇരിക്കുന്നത്. പൃഥ്വിരാജ് ആണെങ്കിലും ബേസിലാണെങ്കിലും നിഖിലയാണ് അനുസരണൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല, നമ്മൾ കല്യാണം കൂടാൻ പോകുന്ന സിനിമയാണ്. അപ്പം ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നീടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ. നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്കൽ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലരും. ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കാണുന്ന സിനിമയിലോ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലോട്ട് ആ സീനുകളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പം നമ്മൾ പണ്ട് ഇപ്പം പറയുന്നില്ലെങ്കിൽ വലിയ സീനിയർ മൂവ്സൊക്കെ കാണുന്ന പോലെ ഞാൻ ആ സിനിമ കുറച്ച് കമ്പയർ ചെയ്യുന്നില്ല, ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കും. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലർ ടീസർ അങ്ങനെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയാൽ ഇച്ചിരി കാരിക്കേച്ചറായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നൽ? ഇത് തന്നെയല്ലേ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പ്രത്യേക കാണാൻ. കാര്യം അന്ന് ആരുമ്പോ കാലിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അല്ല, നമ്മള് ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മൾ എന്തായാലും ഒരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണിൽ രാജു ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമഡി സീക്വൻസസ്, നിഖിലായിട്ടുള്ള സീക്വൻസസ്, ഇപ്പൊ ഈ നമ്മളെ അശ്വിൻ, സിജു പോലുള്ള ആൾക്കാർ, പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല റിസൾട്ട് വരും. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും വന്നിട്ടുള്ള ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് വിട്ട് നമ്മൾ മാറ്റുന്നു, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്ന അറിയില്ല. രാജു ആണെങ്കിലും ജോമോനാണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറൊരു സാധനം വന്നു.
അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു, എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതുണ്ടായില്ലെന്ന് തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നി ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം. അപ്പൊ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജുവിന് പറയേണ്ടി വരും.